ദാനവും ആർദ്രതയും സ്നേഹത്തിൻ്റെ മുഖമുദ്രയാണ്. ഈ ആർദ്രതയും ദാനവും എന്ന് പറയുന്നത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യന് അത് മുഖമുദ്രയായിരിക്കുകയും വേണം. നാം സഹായം പ്രാപിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുകയും കൂടി വേണം എന്നുള്ളതാണ് ദൈവിക പ്രമാണം. അതാണ് യേശു പറഞ്ഞത്, രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുപ്പീനെന്ന്. നമുക്കൊക്കെ പലതും ലഭിക്കുന്നില്ല എന്ന പരാതി പൊതുവേ ഉണ്ട്. അങ്ങനെ പറയുന്നവരും അനേകരാണ്. എത്ര ലഭിച്ചാലും ചിലർക്ക് പരാതി തീരുകയുമില്ല. എന്നാൽ ഈ പ്രാപിക്കുന്നവരെല്ലാം ദാനം ചെയ്യുന്നവരാണോ എന്ന് ചിന്തിക്കുകയും വേണം. മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനം തന്നെ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുന്ന പ്രക്രിയകളിലൂടെ ആണ് നിലനിൽക്കുന്നത്. മൂല്യമുള്ളത് എന്ത് കൊടുത്താലും അത് വർദ്ധിച്ചു വരും. നോക്കൂ, മൂടിയിട്ടിരിക്കുന്ന ഒരു കിണറ്റിൽ വെള്ളം ഏറുകയില്ല. അതിൽ കിടക്കുന്ന വെള്ളം അത് ഉപയോഗശൂന്യമായി പോകുകയും ചെയ്യും. എന്നാൽ സ്ഥിരമായി കോരിക്കൊണ്ടിരിക്കുന്ന ഒരു കിണറ്റിലെ വെള്ളം ശുദ്ധവും മാത്രമല്ല, ഉറവയിൽ നിന്നത് വർദ്ധിച്ചു വരുന്നതും ആകുന്നു. വിജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ ജ്ഞാനികൾ വർദ്ധിക്കുകയും പകർന്നു നൽകുന്നവർ അധികം ജ്ഞാനിയാകുകയും ചെയ്യും. നൽകുന്നതിൻ്റെ ലക്ഷ്യം ലഭിക്കുന്ന ആളിന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുക എന്നതായിരിക്കണം. സന്തോഷമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. സ്നേഹമാണെങ്കിൽ സ്നേഹം തന്നെ മറ്റുള്ളവർക്ക് നൽകുക. ആദരവും അംഗീകാരവുമാണെങ്കിൽ അത് നൽകാൻ നാം തിരിച്ചും സന്നദ്ധരാകണം. എന്ത് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതാ തരുന്ന ആളിനും കിട്ടണം, അല്ലെങ്കിൽ മറ്റൊരാളിനും കിട്ടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. ഇത് വ്യക്തിപരവും സാമൂഹികവുമായ ഒരു പ്രധാന തത്വമാണ്. നമ്മുടെ മനസ്സിലെ നല്ല ആഗ്രഹത്തിനും ചിന്തകൾക്കും പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരിൽ നന്മ വരുത്തുവാൻ ശക്തിയുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവിൻ. നഗ്നന് വസ്ത്രവും തണുക്കുന്നവന് പുതപ്പും വിശക്കുന്നവന് ഭക്ഷണവും അനാഥർക്ക് കരുതലും നൽകുന്നതാണ് വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം. ഒപ്പം സമാധാനവും സന്തോഷവും സകലർക്കും ദാനം ചെയ്യുവാനും നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. സമയം, നന്മ, പ്രവൃത്തി, സ്നേഹാർദ്രമായ വാക്കുകൾ എല്ലാം മൂല്യമുള്ളതാണ്. അതും നമ്മൾ ദാനം ചെയ്യുന്നവരായി തീരണം. നന്മ പ്രാപിച്ചിട്ട് തിരികെ നൽകുന്നത് നന്മ തന്നെ ആയിരിക്കട്ടെ. പറഞ്ഞു തീരാത്ത ദൈവിക ദാനത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നന്മ ചെയ്യുന്നതിൽ മടുപ്പില്ലാതെ സ്നേഹത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.